അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളെ പിൻപറ്റി ഫർള് നമസ്കരിക്കാമോ? ഉദാഹരണത്തിന് റമദാനിന്റെ ഇഷാക്ക് പള്ളിയിലെത്താൻ അല്പം വൈകിപ്പോയി, തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. ആ സമയത്ത് തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിനോടൊപ്പം നമ്മൾ ഇഷായുടെ നെയ്യത്തിൽ രണ്ടറക്കാത്ത് വെച്ചാലോ നമസ്കരിക്കുക. അപ്പൊ ആദ്യത്തെ രണ്ടറക്കാത്ത് ഇമാമിനോടൊപ്പം കൈകെട്ടി നമസ്കരിച്ചു. നമ്മുടെ നിയ്യത്ത് ഇഷായുടെ നിയ്യത്താണ്, ഇമാം നിസ്കരിക്കുന്നത് തറാവീഹിന്റെ നിസ്കാരമാണ്. അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളെ പിൻപറ്റിയും നമുക്ക് ഫർളിന്റെ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശാ അൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇശാ നമസ്കരിച്ച മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുമയർജു ഇല ഖൗമിഹി, തന്റെ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ, തന്റെ നാട്ടുകാരിലേക്ക് മടങ്ങിപ്പോയപ്പോൾ യുസല്ലി ബിഹിം തിൽക സ്വലാ, അവർക്ക് ഇമാമായി നിന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ഇശാ നമസ്കരിച്ചു എന്നാണ്. അതായത് റസൂലിന്റെ കൂടെ നിർബന്ധമായി ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച മുആദ് റളിയല്ലാഹു അൻഹു നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇമാം നിൽക്കാൻ പിന്നെയും ഇശാ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഇശാ നമസ്കാരം പിന്നെ നിർബന്ധമില്ല, അദ്ദേഹത്തിന് സുന്നത്ത് മാത്രമായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇശാ ജമാഅത്ത് നമസ്കരിച്ച മുആദ് റളിയല്ലാഹു അൻഹു ആ ജമാഅത്ത് നിർവഹിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് എന്തായി? ജമാഅത്തിൻ്റെതായ ബാധ്യതയിൽ നിന്ന്, നിർബന്ധമായ ഇശാഇന്റെ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. ഇനി അദ്ദേഹം തന്റെ നാട്ടിലേക്ക് പോയിട്ട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഫർള് നേരത്തെ തന്നെ അദ്ദേഹം നിർവഹിച്ചു. ഇപ്പോൾ അദ്ദേഹം നിർവഹിക്കുന്നത് സുന്നത്തായ രൂപത്തിലുള്ള നമസ്കാരമാണ്. അപ്പൊ സുന്നത്ത് നമസ്കരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റിക്കൊണ്ട് ഫർള് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ അദ്ദേഹത്തെ ഇമാമായി സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ സുന്നത്ത് നമസ്കാരത്തെ പിൻപറ്റി എന്നതിന്റെ ഈ ഹദീസാണ് പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്ത് നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ ഫർളിന്റെ നിയ്യത്തിൽ എന്ത് ചെയ്യാം? ജമാഅത്തായി പിൻപറ്റാം എന്ന് പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മുആദ് നീ ഫിത്നയുണ്ടാക്കുകയാണോ എന്നൊരു ഹദീസ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പരാതിയുമായി വന്നു. മുആദ് റളിയല്ലാഹു അൻഹു ദീർഘമായി നമസ്കരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ഇത്രയും ദൈർഘ്യമായി നിസ്കരിക്കാൻ താങ്ങാൻ കഴിയുന്നില്ല. പ്രവാചകനോട് പറഞ്ഞു, അദ്ദേഹം ദീർഘമായി നമസ്കരിക്കുകയാണ് നബി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, മുആദ് നീ ഫിത്ന ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. ഈ ഹദീസിലും കാണാം, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നമസ്കരിച്ചത് സുന്നത്ത് നമസ്കാരമായിരുന്നു. ആ രാത്രി നമസ്കാരത്തെ പിൻപറ്റിയാണ് ബാക്കിലുള്ള ആളുകൾ ഇഷായുടെ നിയ്യത്തിൽ എന്ത് ചെയ്തത്? അദ്ദേഹത്തെ പിൻപറ്റിയത്. അതുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളെ ബാക്കിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? പിൻപറ്റി ഫർള് നമസ്കാരത്തിന്റെ നിയ്യത്തിൽ പിൻപറ്റി ജമാഅത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് ഈ ഹദീസുകളെ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.